കാപ്പിത്തോട്ടത്തിൽ ജോലിക്ക് പോയ സ്ത്രീ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം താറാട്ടുഊരിലെ രാധയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. രോഷാകുലരായ ജനം സ്ഥലത്തെത്തിയ മന്ത്രി OR കേളുവിനെയും നോർത്ത് വയനാട് DFO KJ മാർട്ടിൻ ലോവലിനെയും തടഞ്ഞു. നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലുക, നഷ്ടപരിഹാരം ഉടൻ അനുവദിക്കുക, കുടുംബാംഗത്തിന് ജോലി നൽകുക എന്നീ ആവശ്യങ്ങളുമായി രാധയുടെ മൃതദേഹം തടഞ്ഞുവെച്ചായിരുന്നു പ്രതിഷേധം നടത്തിയത്. എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചതായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം മന്ത്രി കേളു അറിയിച്ചതോടുകൂടിയാണ് മൃതദേഹം വിട്ടു നൽകിയത്. 11 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിൽ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ ബന്ധുക്കൾക്ക് കൈമാറി. കടുവയെ കൂടുവെച്ച് പിടികൂടാനായില്ലെങ്കിൽ വെടിവെച്ചു കൊല്ലുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. കടുവയെ വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് G കൃഷ്ണൻ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. വനം വകുപ്പിൽ താൽക്കാലിക വാച്ചറായ ഭർത്താവ് രാവിലെ കുറച്ചു ദൂരം രാധയെ സ്കൂട്ടറിൽ കൊണ്ടുപോയി വിട്ടിരുന്നു. രാവിലെ 11:15 വനത്തിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന തണ്ടർ ബോൾട്ട് സംഘമാണ് മൃതദേഹം കണ്ടത്. തല വേർപെട്ട നിലയിലായിരുന്നു. കാപ്പിത്തോട്ടത്തിൽ വെച്ചാണ് രാധയെ കടുവ ആക്രമിച്ചതെന്നും പിന്നീട് വനത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയതായിട്ടും പ്രദേശവാസികൾ പറയുന്നു. എന്നാൽ കൃഷി സ്ഥലത്തോട് ചേർന്നുള്ള വനത്തിൽ വെച്ചാണ് കടുവ പിടികൂടിയതെന്ന് വനം വകുപ്പ് പറയുന്നു. രാധയുടെ മൃതദേഹം സംസ്കരിച്ചു. മക്കൾ അനിൽ, അനീഷ. Ini